മോഹൻ വർഗീസ്, ഇസ്രായേലിൽ ഒരു പ്ലാൻ എന്തായിരിക്കും? കാരണം അവിടെ 10-22 ലക്ഷം മനുഷ്യരുണ്ട്. ആകെ ഒരു 10-60,000 പേരെ മാക്സിമം ഇതുവരെ കൊല്ലാൻ കഴിഞ്ഞേക്കും. അവിടുത്തെ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി. പക്ഷേ 22 ലക്ഷം മനുഷ്യർ പോകാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിച്ച് അവിടെ തുടരുന്ന സമരഭരിതരായ മനുഷ്യരാണ്. അവരെ എന്ത് ചെയ്യാനായിരിക്കും ഇസ്രായേൽ പദ്ധതി ഇടുന്നുണ്ടാവുക? അതോ അവരെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ നിരന്തരം ഈ വംശഹത്യയുടെ സംഘർഷത്തിൻ്റെ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടേയിരിക്കുക, കേവലമായ ആഭ്യന്തര രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി, അല്ലെങ്കിൽ നെതന്യാഹു എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ നേട്ടത്തിന് വേണ്ടി അതുമാത്രമായിരിക്കും ലക്ഷ്യം? അതിനപ്പുറത്തേക്ക് ഏത് ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഇപ്പോൾ നടത്തുന്ന ഈ ഒരു പട്ടിണി യുദ്ധം എന്ന് പറയുന്നത്? എല്ലാവരും ഓടിപ്പോകുമെന്ന് ഇസ്രായേൽ ശരിക്കും വിചാരിക്കുന്നുണ്ടാവുമോ? ഇവിടെ ശ്രീ നിഷാദ്, ഇസ്രായേലിന് കൃത്യമായ ലക്ഷ്യങ്ങളില്ല എന്ന് കരുതുന്നത് മൗഢ്യമാകും. വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഒക്ടോബർ 7, 2023 മറുപടി എന്ന നിലയിൽ എന്നേക്കുമായി ഇസ്രായേലിനെതിരെയുള്ള സുരക്ഷാ ഭീഷണികൾ, പ്രത്യേകിച്ച് ഗാസയിൽ നിന്ന് ഉത്ഭവിക്കുന്ന, ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന സുരക്ഷാ ഭീഷണികൾ അവസാനിപ്പിക്കണം എന്ന ഒരു ദൃഢ നിശ്ചയവും പോളിസിയും ഇതിന് പിന്നിലുണ്ട്. അതിനുപയോഗിക്കുന്ന മാർഗങ്ങളുടെ നൈർമല്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മാർഗങ്ങളുടെ രീതിശാസ്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ തർക്കമുള്ളത്. ആ ഒരു തർക്കമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിലും പ്രേമത്തിലും എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്താം, എന്തും മാർഗം ഉപയോഗിക്കാം എന്നാണല്ലോ കവിവചനം. ഇവിടെ ഈ ഉപയോഗിക്കുന്ന മാർഗം ഈ ആഹാര സാധനങ്ങളും മരുന്നും വസ്ത്രവും തടഞ്ഞു വെച്ചുകൊണ്ട് ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു മാർഗം. അതിലൂടെ ജനങ്ങൾ ആ ലാൻഡ്, എന്റെ ചോദ്യം അതായത് ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെക്യൂരിറ്റി ത്രെട്ട് അവസാനിപ്പിക്കാൻ രാജ്യത്തിന് ആഗ്രഹമുണ്ടാവും. പക്ഷേ 7.5 പതിറ്റാണ്ട് കാലമായി ആ സെക്യൂരിറ്റി ത്രെട്ട് കൊണ്ടു നടക്കാണ് ഒരു രാജ്യം. ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണെന്ന് പറയുമ്പോഴും അവർക്കത് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും 22 ലക്ഷം മനുഷ്യർ, സ്വാതന്ത്ര്യദ്രാഹികളായ മനുഷ്യർ, അഭിമാനബോധമുള്ള മനുഷ്യർ, അവർ ത്രെട്ട് തന്നെയാണ്. ഹമാസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെയോ അവരുടെ 10 തോക്കുകളോ ഇല്ലാതാക്കിയാൽ പോലും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന മനുഷ്യർ അപ്പുറത്തുണ്ടെങ്കിൽ അത് ത്രെട്ടായിരിക്കുമല്ലോ. കാരണം നമ്മൾ അവരെ അടിച്ചമർത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രതിഫലനം വരും. ഇങ്ങനൊരു മിലിറ്ററി ആക്ഷൻ വഴി അത് പരിഹരിക്കാൻ കഴിയും എന്ന് ശരിക്കും ഇസ്രായേൽ കരുതുന്നുണ്ടാവുമെന്ന് ചോദിക്കുകയായിരുന്നു ഞാൻ. ഇല്ല, ഒരിക്കലും ഒരു മിലിറ്ററി ആക്ഷൻ മാത്രം കൊണ്ട് ഈ ഒരു ആശയത്തെ കൊന്നുകളയാനാവില്ല. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുകളയാനാവും. 63,650 ചില്ലുവാനമാണ് ഇന്നത്തെ ലേറ്റസ്റ്റ് ടാലി. അത്രയും പേരാണ് ഗാസയുടെ മണ്ണിൽ ഇസ്രായേലി ആക്രമണത്തിൽ പിടഞ്ഞു വീണത്. അതിൽ ഹമാസിന്റെ ആളുകൾ വളരെ തുച്ഛമായ എണ്ണം മാത്രമേ കാണൂ ശതമാനക്കണക്കിൽ നോക്കുമ്പോൾ. അതുപോലെ 1,30,000-ഓളം പേര് പൂർണ്ണമായി അംഗഭംഗം വന്ന് അവർ ക്രിപ്പിൾഡായി കഴിഞ്ഞു. ഏതാണ്ട് 95% കെട്ടിടങ്ങളും നിലംപരിശായി ജനം ടെന്റുകളിൽ ജീവിക്കുന്നു. അപ്പൊ ഇതിൽ പരം ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് അവിടെ ഉണ്ടാകേണ്ടതില്ല. അപ്പൊ മിലിറ്ററി സൊല്യൂഷൻ ആണ് യഥാർത്ഥ സൊല്യൂഷൻ എങ്കിൽ ഇതിനകം ഒക്ടോബർ 7, 2023 ശേഷം എത്രയോ മാസങ്ങൾ കടന്നു, വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു. അപ്പോഴും തുടരുന്ന ഒരു കോൺഫ്ലിക്റ്റ്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, മിലിറ്ററി സൊല്യൂഷൻ എന്നത് ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ ഹമാസിനെ നേരിടുന്ന ഗാസയുടെ വിഷയത്തിൽ മിലിറ്ററി സൊല്യൂഷൻ മാത്രം പോരാ. അവിടെ ഒരു മനസ്സുകളുടെ രൂപീകരണമാണ് വേണ്ടത്. ഇവിടെ എന്താണ്? ഒരു രാജ്യം, ഒരു ജനതയെ അംഗീകരിക്കുക, ഒരു രാജ്യത്തിന് അവർക്ക് അർഹമായ ഇടം കൊടുക്കുക. അതുകൊണ്ടാണ് ആത്യന്തികമായി ഇപ്പോൾ ഇത്രയും വർദ്ധിച്ചപ്പോൾ ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ്. ആഹാരം, ട്രക്കുകൾ, എത്ര ട്രക്കുകൾ ഒരു ദിവസം 500 ട്രക്കുകൾ വീതം വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഒരു ശാന്തതയുണ്ടാകും, അല്ലെങ്കിൽ പട്ടിണി മരണങ്ങളുടെ തോത് കുറച്ചു കൊണ്ടുവരാം എന്നത് മാത്രമായിരിക്കും ഇപ്പോൾ യൂറോപ്യൻ സമൂഹവും ലോകവും സംസാരിക്കുന്നത്. പക്ഷേ ആത്യന്തികമായി ഈ വിഷയം ഇനിയും ഉണ്ടാകും. അടുത്ത വീണ്ടും ഉപരോധം ഉണ്ടാകും, വീണ്ടും മരണങ്ങൾ ഉണ്ടാകും, പട്ടിണി മരണങ്ങൾ ഉണ്ടാകും. ശാശ്വതമായ പരിഹാരം ഓസ്ലോ കരാറിന്റെ അടിസ്ഥാനത്തിൽ